ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. മൂന്നാം ക്ലാസ്സിലെ മാത്തമാറ്റിക്സിലെ അഥവാ ഗണിതത്തിലെ 8ാമത്തെ പാഠഭാഗമായ ടിക് 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 എന്ന പാഠഭാഗമാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇതുവരെയുള്ള ബാക്കി എല്ലാ പാഠഭാഗങ്ങളും നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ ഇംഗ്ലീഷും മലയാളം എല്ലാം അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആവശ്യമായുള്ള കൂട്ടുകാർ പോയി കാണുക. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് ഈ ഒരു പാഠഭാഗത്ത് പഠിക്കാനുള്ളത് എന്ന് നോക്കാം. ഓക്കെ, എന്താണ് കൂട്ടുകാരെ പാഠത്തിൻ്റെ പേര്? ടിക് ടിക് ടിക്. ഓക്കെ, 3 ടിക്കാണ് അല്ലേ. എന്താണ് ടിക്ക് ചെയ്യുന്നത് എന്ന് നോക്കാം. ഇവിടെ നോക്കൂ, ഇവിടെ എന്താണ്, ഒരു ഫാമിലി അല്ലേ, ഒരു അച്ഛനും അമ്മയും 2 കുഞ്ഞുങ്ങളും നിൽക്കുകയാണ്. അപ്പോൾ അവർ ക്ലോക്കിലേക്ക് നോക്കി പറയാണ്, സമയം 3 മണി ആയി, 4 മണിക്കല്ലേ പ്രദർശനം എന്ന് പറയുകയാണ് അല്ലേ. അപ്പോൾ 3 മണി ഇപ്പോൾ ആയിട്ടുണ്ട്, 4 മണിക്കാണ് അവിടെ പ്രദർശനം. എന്ത് പ്രദർശനമാണ് നമുക്ക് നോക്കാം. സർക്കസ് കൂടാരത്തിലേക്ക്. അപ്പോൾ സർക്കസിലെ പ്രദർശനമാണ് അവർ കാണാൻ പോകുന്നത്. ഇവിടെ പ്രദർശന സമയം കൊടുത്തിട്ടുണ്ട്, എല്ലാ ദിവസങ്ങളിലെയും അവധി ദിവസങ്ങളിലെയും കൊടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ നോക്കൂ, ഇവിടെ ചോദിച്ചിട്ടുള്ളത് എന്താണ്? അവധി അല്ലാത്ത ദിവസങ്ങളിൽ ആദ്യ പ്രദർശനം തുടങ്ങുന്നത് എത്ര മണിക്കാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ മുകളിൽ പ്രദർശന സമയം കൊടുത്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ ആ പ്രദർശന സമയം നോക്കി എപ്പോഴാണ്? ഉച്ചയ്ക്ക് 1 മണിയാണ് അല്ലേ. ഉച്ചയ്ക്ക് 1 മണിക്കാണ്. അപ്പോൾ അവധി അല്ലാത്ത ദിവസങ്ങളിൽ പ്രദർശനം തുടങ്ങുന്നത് എപ്പോഴാണ് കൂട്ടുകാരെ? ഉച്ചയ്ക്ക് 1 മണി. അപ്പോൾ ഇവിടെ എഴുതി കൊടുക്കേണ്ടത് എന്താണ്? ഉച്ചയ്ക്ക് 1 മണി എന്ന് എഴുതി കൊടുക്കണം. ഉച്ചയ്ക്ക് 1 മണിക്ക്. ഓക്കെ, ഇനി അവധി ദിവസത്തെ പ്രത്യേക പ്രദർശനം ഏതെല്ലാം സമയത്താണ്? എപ്പോഴൊക്കെയാണ്? രാവിലെ 10 മണിക്കും രാത്രി 11 മണിക്കുമാണ്. അപ്പോൾ ഏതൊക്കെ സമയത്താണ്? ഇവിടെ എഴുതി കൊടുക്കുക. രാത്രി 10 മണി, അതുപോലെ എപ്പോഴാണ്? രാത്രി 11 മണി, രാവിലെ 10 മണി. രാവിലെ 10 മണി. ഇനി അവധി ദിവസം എത്ര പ്രദർശനമാണുള്ളത്? എത്ര പ്രദർശനമാണ് അവധി ദിവസങ്ങളിലുള്ളത്? എത്രയാണ്? 2 എണ്ണമാണുള്ളത് അല്ലേ. രാത്രി 11 മണിക്കും രാവിലെ 10 മണിക്കും. അപ്പോൾ 2 പ്രദർശനമാണുള്ളത്. അവധി ദിവസത്തെ പ്രദർശന സമയം ക്രമത്തിൽ എഴുതൂ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എപ്പോഴൊക്കെയാണ് പ്രദർശനം തുടങ്ങുന്നത്? രാവിലെ 10 മണിക്ക് അല്ലേ. അപ്പോൾ അവധി ദിവസത്തെ പ്രദർശന സമയം എന്ന് പറയുന്നത് രാവിലെ 10 മണി. പിന്നെ അത് കഴിഞ്ഞാലോ? പിന്നെ സാധാരണ പ്രദർശന സമയമുള്ളത് ഉച്ചയ്ക്ക് 1 മണിക്ക് അല്ലേ. ഉച്ചയ്ക്ക് 1 മണിക്ക്, 1 മണി. അത് കഴിഞ്ഞാൽ വൈകിട്ട് 4 മണിക്കുണ്ട്, 4 മണി. അത് കഴിഞ്ഞാൽ രാത്രി 11 മണി. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് അന്നത്തെ പ്രദർശനം എന്ന് പറയുന്നത്. ഇനി അടുത്ത പേജ് നോക്കാം. അടുത്തത് സമയം നോക്കി അഭിനയിക്കാം എന്നുള്ളതാണ്. ഇവിടെ ഓരോ ദിവസവും നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ എന്തെല്ലാം, അത് ഏതെല്ലാം സമയങ്ങളിൽ എന്ന് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ രാവിലെ ഉണരുന്നു. നിങ്ങൾ എപ്പോഴാണ് ഉണരുക? ആ സമയമാണ് ഇവിടെ എഴുതേണ്ടത്. ഒരു 6 മണിയാണെന്ന് വിചാരിക്കുക അല്ലേ. അപ്പോൾ 6 മണി എന്ന് നിങ്ങൾ ഇതേപോലെ എഴുതി കൊടുക്കുക. പല്ല് തേക്കുന്നു. എപ്പോഴാണ്? ഒരു 6:10 നമ്മൾ പല്ല് തേക്കും അല്ലേ. 6:10. അത് കഴിഞ്ഞിട്ടോ? അത് കഴിഞ്ഞാൽ നമ്മൾ പ്രഭാത ഭക്ഷണം കഴിക്കും അല്ലേ. ഭക്ഷണം കഴിക്കുന്നു. അപ്പോൾ ഇവിടെ ഭക്ഷണം കഴിക്കുന്നു എന്ന് എഴുതുക. ഭക്ഷണം കഴിക്കുന്നു. എപ്പോഴാണ് കഴിക്കുന്നത്? ഒരു 7 മണിക്ക് ഭക്ഷണം കഴിക്കും. അത് കഴിഞ്ഞ് സ്കൂളിൽ പോകും. സ്കൂളിൽ എപ്പോഴാണ് പോകുന്നത്? ഒരു 9 മണിക്ക് സ്കൂളിൽ പോകും. ഇനി ബാക്കി എന്താണ്? ബാക്കി എന്തൊക്കെയാണോ നിങ്ങൾ ചെയ്യുന്നത് അതിങ്ങനെ ഇവിടെ ക്രമമായിട്ട് എഴുതിയാൽ മതി. അപ്പോൾ രാവിലെ ഉണർന്നു കഴിഞ്ഞാൽ പല്ല് തേക്കുന്നു. അതിൻ്റെ കൂടെ നമ്മൾ എന്താണ്? കുളിക്കുന്നു അല്ലേ. അപ്പോൾ കുളിക്കുന്നു എന്ന് ഇവിടെ എഴുതുക. കുളിക്കുന്നു. അപ്പോൾ എപ്പോഴായിരിക്കും കുളിക്കുന്നത്? 6:10 പല്ല് തേച്ച് കഴിഞ്ഞാൽ ഒരു 6:30ക്ക് നമ്മൾ കുളിക്കുക. ഓക്കെ, അത് കഴിഞ്ഞാലോ? കുറച്ച് നേരം പഠിക്കുന്നു. നമ്മൾ പഠിക്കുകയാണ്. രാവിലെ ഇരുന്നിട്ട് പഠിക്കുക അല്ലെങ്കിൽ വായിക്കുക എന്തെങ്കിലുമൊക്കെ ചെയ്യും. അതെപ്പോഴാണ്? അത് ഒരു 7:30ക്ക് നമ്മൾ പഠിക്കുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യും? യൂണിഫോം ധരിക്കുന്നു അല്ലേ. യൂണിഫോം ധരിക്കുന്നു. അപ്പോൾ യൂണിഫോം ധരിക്കുന്നു എന്ന് എഴുതി കൊടുക്കുക. യൂണിഫോം എപ്പോഴാണ് ധരിക്കുന്നുണ്ടാവുക? യൂണിഫോം ഒരു 9 മണിക്കാണ് സ്കൂൾ. അപ്പോൾ നമ്മളൊരു 8 മണിക്ക് ധരിച്ചാൽ മതി അല്ലേ. 8 മണിക്ക്. രാത്രി ഉറങ്ങുന്നത് ഒരു 9 മണിക്ക്. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ എങ്ങനെയാണോ ചെയ്യുന്നത് അതിനനുസരിച്ച് നിങ്ങൾ എഴുതി കൊടുക്കുക. ഇനി അടുത്തത്, താഴെ തന്നിട്ടുള്ള സമയങ്ങളിൽ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ അഭിനയിച്ച് കാണിക്കാൻ പറയുന്നുണ്ട്. രാവിലെ 6 മണിക്ക് എന്താണ്? എണീച്ചിട്ട് കാണിക്കുക. ഇനി ഉച്ചയ്ക്ക് 1 മണിക്ക് നിങ്ങൾ എന്താ ചെയ്യുന്നത്? രാവിലെ 7 മണിക്ക് എന്താ ചെയ്യുന്നത്? വൈകിട്ട് 4 മണിക്ക്, രാവിലെ 10 മണിക്ക്, അതുപോലെ തന്നെ രാത്രി 9 മണിക്ക്. ഈ സമയത്തൊക്കെ നിങ്ങൾ എന്താണോ ചെയ്യുന്നത് അത് കാണിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ,
ഇനി അടുത്തത് സമയം എത്രയായി? തൻവിയുടെ ക്ലാസ് തുടങ്ങിയ സമയമാണ് ക്ലോക്കിൽ. എത്രയാണ് സമയം? മിനിറ്റ് സൂചി 12. ഇതാണ് മിനിറ്റ് സൂചി എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് മിനിറ്റ് സൂചി. അപ്പോൾ ഈ മിനിറ്റ് സൂചി എത്രയിലാണ്? 12. ഇനി അടുത്തത് ഈ ചെറുതാണ് മണിക്കൂർ സൂചി. അത് എത്രയിലാണ്? 10ലുമാണ്. അപ്പോൾ സമയം എന്ന് പറയുന്നത് 10 മണിയാണ്. ഓക്കെ, സമയം 10 മണി. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ചെറിയ സൂചി എന്താണ്? ചെറിയ സൂചി എന്ന് പറയുന്നത് മണിക്കൂർ സൂചിയാണ്. വലിയ സൂചി എന്ന് പറയുന്നത് മിനിറ്റ് സൂചിയാണ്. അപ്പോൾ ചെറിയ സൂചി മണിക്കൂർ, വലിയ സൂചി മിനിറ്റ്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് നമ്മൾ സമയം കണക്കാക്കേണ്ടത്. അപ്പോൾ ഇത് കറക്റ്റായിട്ട് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഇനി ഇവിടെ നോക്കൂ, മുത്തശ്ശിയെ കാണാൻ. തൻവി നാളെ മുത്തശ്ശിയെ കാണാൻ പോകുമല്ലേ, രാവിലെ എണീക്കണേ. അപ്പോൾ എന്താണ് തൻവി പറയുന്നത്? ഹായ്, നാളെ മുത്തശ്ശിയെ കാണാലോ. തൻവി നേരത്തെ ഉണർന്നു. തൻവി ഉണർന്ന സമയമാണ് ഈ ക്ലോക്കിൽ കൊടുത്തിട്ടുള്ളത്. ഇത് നോക്കിയിട്ട് നമ്മൾ എഴുതണം. അപ്പോൾ ഇവിടെ ഏതാണ്? ഇതാണ് ചെറിയ സൂചി. ചെറിയ സൂചി എത്രയിലാണ്? 6ലാണ്. അപ്പോൾ ചെറിയ സൂചി എന്താ നമ്മൾ പറഞ്ഞത്? മണിക്കൂറാണല്ലേ. മണിക്കൂർ സൂചിയാണ് ചെറുത്. അപ്പോൾ അത് 6ലാണ്. മിനിറ്റ് സൂചി എന്ന് പറയുന്നത് വലുതാണ്. അത് 12ലാണ്. 12 എന്ന് പറഞ്ഞാൽ ആ കറക്റ്റ് മണിയാണ് സമയം. അഥവാ എത്രയാണോ മണി അതാണ് ആ ഒരു വലിയ സൂചി കാണിക്കുന്നത്. അഥവാ സമയം എന്ന് പറയുന്നത് 6 മണിയാണ്. ഓക്കെ, രാവിലെ 6 മണി. അപ്പോൾ തൻവി 6 മണിക്ക് എഴുന്നേറ്റു. ഇനി ആഹാരം കഴിക്കുമ്പോൾ ഇപ്പം എത്ര സമയമാണ്? മണിക്കൂർ സൂചി 7നും 8നും നടുക്കാണ്. ഓക്കെ, മണിക്കൂർ സൂചി എവിടെയാണ്? 7നും 8നും നടുക്കാണ്. ഇവിടെയാണല്ലേ, ഇവിടെയാണ് മണിക്കൂർ സൂചി ഉള്ളത്. ഇനി മിനിറ്റ് സൂചി 6ലാണ്. ഓക്കെ, 6ലാണ്. അപ്പോൾ കൂട്ടുകാർ ആദ്യം മനസ്സിലാക്കേണ്ടത് ഇതൊരു ക്ലോക്കാണെന്ന് വിചാരിക്കുക. ഓക്കെ, ഒരു ക്ലോക്കിലെ 1 മണിക്കൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 60 മിനിറ്റാണ്. 1 മണിക്കൂർ എന്ന് പറഞ്ഞാൽ 60 മിനിറ്റാണ്. ഓക്കെ, അപ്പോൾ ഓരോ സൂചിയും ഇപ്പോൾ ഇവിടെ 12 ഇവിടെ 1, 2, 3 ഇങ്ങനെയാണ് ഉണ്ടാവുക. അപ്പോൾ ഈ 12 മുതൽ, ഓക്കെ മനസ്സിലാക്കുക, 12 മുതൽ 1 വരെയുള്ള ഈ സമയം എന്ന് പറയുന്നത് 5 മിനിറ്റാണ്. അപ്പോൾ ഇവിടെയും 5 മിനിറ്റ്. അപ്പോൾ ഇതിൻ്റെ കൂടെ 5 കൂട്ടുക 10 മിനിറ്റ്. ഇതും 5 മിനിറ്റ്. അപ്പോൾ 15 മിനിറ്റ്. അങ്ങനെ ഇത് എന്താണ്? 5 മിനിറ്റ് പറഞ്ഞ് ഇവിടെ എത്തുമ്പോൾ അത് 60 മിനിറ്റ് ആയിട്ട് മാറും. ഓക്കെ, അപ്പോൾ നമ്മൾ അറിയേണ്ടത് എന്താണ്? ഇവിടെ വലിയ സൂചി എന്ന് പറയുന്നത് 7നും 8നും ഇടക്കാണ്. അപ്പോൾ ഏകദേശം എവിടെയാണ്? ഇവിടെയാണ് 7ഉം 8ഉം വരേണ്ടത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് അല്ലേ. ഇവിടെ 6 വരും, 7, 8. ഇവിടെയാണ് എന്തിൻ്റെ സൂചി? മണിക്കൂർ സൂചി എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ മണിക്കൂർ സൂചിയാണ് ഉള്ളത്. ഇനി മിനിറ്റിൻ്റെ സൂചി ഉള്ളത് ഏതിലാണ്? 6ന് നേരെയാണ്. അഥവാ മിനിറ്റിൻ്റെ സൂചി ഇവിടെ നിന്ന് ഇങ്ങോട്ടും. അപ്പോൾ ഇവിടെ എന്താ? ഇവിടെ 15. അതിങ്ങനെ കൂട്ടി വരുമ്പോൾ ഇവിടെ എത്തുമ്പോൾ അത് 30 ആയിട്ട് മാറും. 30 ആയിട്ട് മാറും. അഥവാ 30 മിനിറ്റ് എന്നായിട്ട് മാറും. ഓക്കെ, ഇനി സമയം 7 മണി 30 മിനിറ്റ് ആണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ എന്താണ്? നമ്മൾ ക്ലോക്ക് ഒന്നും കൂടെ വരച്ച് കാണിച്ചു തരാം, എന്നിട്ട് പറയാം. ഇവിടെയാണ് 6 അല്ലേ, ഇവിടെയാണ് 7, 8 എന്ന് വരുന്നത്. അപ്പം മണിക്കൂർ സൂചി ഇവിടെയും മിനിറ്റ് സൂചി ഇവിടെയുമാണ്. അപ്പോൾ ഇതെന്താണ്? 8ൻ്റെയും 7ൻ്റെയും നടുക്കാണ് അല്ലേ. 6, 7, 8 നമുക്ക് ഇത്രയുമാണ് വേണ്ടത്. ഇനി ഇവിടെയാണ് മിനിറ്റ് സൂചി കിടക്കുന്നത്, ഇവിടെയാണ് മണിക്കൂർ സൂചി കിടക്കുന്നത്. ഇവിടെയാണ് മണിക്കൂർ സൂചി, ഇവിടെയാണ് മിനിറ്റ് സൂചി കിടക്കുന്നത്. വലിയ സൂചി ഇവിടെയാണ്. അപ്പോൾ ഇത് എന്ന് പറയുന്നതാണ് 7ൻ്റെയും 8ൻ്റെയും നടുക്കാണ് ഇതുള്ളത്. 7ൻ്റെയും 8ൻ്റെയും നടുക്ക്. അഥവാ ഈ സമയം എന്ന് പറയുന്നത് 7 മണി തന്നെയാണ്. ഇനി അടുത്തത് എന്താണ്? അടുത്തത് എവിടെയാണുള്ളത്? 6ലാണ്. 6 എന്ന് പറയുമ്പോൾ 30 ആണ്. അഥവാ 7:30. അപ്പോൾ സമയം എന്ന് പറയുന്നത് 7:30 ആണ്. 7 മണിക്കൂറും 30 മിനിറ്റുമാണ്. ഓക്കെ, 30 മിനിറ്റും. മനസ്സിലായോ? അപ്പോൾ അതാണ് ഈ ഒരു ക്ലോക്കിൽ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട് മിനിറ്റ് സൂചി ഒരു തവണ കറങ്ങാൻ 60 മിനിറ്റ് വേണം. അഥവാ എന്താണ് മിനിറ്റ് സൂചി എന്ന് പറയുന്നത്? ഇവിടെ നിന്നും ഈ 12ൽ നിന്നും ഇത് മൊത്തം കറങ്ങി ഇവിടെ എത്തുമ്പോഴേക്കും എത്രയാവും? 60 മിനിറ്റ് ആവും. 60 മിനിറ്റ് ആകും. മനസ്സിലായോ? ഇത് കറങ്ങാൻ 60 മിനിറ്റ് എടുക്കുമെന്ന് അർത്ഥം. ഇത് ഓരോന്നും എത്രയാണ്? 5 മിനിറ്റ് ആണ് അല്ലേ. 1, 2 ഇതൊക്കെ എന്താണ്? 5 മിനിറ്റ് ആണ്. അപ്പോൾ ഇത് നേരെ ഇവിടെ എത്തുമ്പോൾ 30 മിനിറ്റ് ആവും. ഇത് വീണ്ടും ഇങ്ങോട്ട് കറങ്ങി എത്തുമ്പോഴേക്കും 60 മിനിറ്റ് ആവും. ക്ലിയർ ആയില്ലേ? ഇനി താഴെ നോക്കൂ.
അപ്പോൾ ഇത് പറയുന്നുണ്ട് 7:30 നമ്മൾ എന്ത് പറയും, 7:30 എന്ന് പറയും എന്നും പറഞ്ഞിട്ടുണ്ട്. ഇനി ബസ് വരാറായി, നേരത്തെ പുറപ്പെട്ടാൽ വൈകാതെ എത്താം. തൻവി വീട്ടിൽ നിന്നും പുറപ്പെടുന്ന സമയമാണ് ക്ലോക്കിൽ തന്നിട്ടുള്ളത്. അപ്പോൾ ക്ലോക്ക് നമുക്കൊന്നും കൂടെ വരക്കാം, എന്നിട്ട് നമുക്ക് നോക്കാം എത്രയാണ്, 8-ലും 12-ലുമാണ്. ഇവിടെ 8-ലാണ് ചെറിയ സൂചിയുള്ളത്, അഥവാ 8 ചെറിയ സൂചി എന്ന് പറയുന്നത് മണിക്കൂറാണ്. അപ്പോൾ 8 മണിക്കൂറാണ് അല്ലേ, 8 മണിക്കൂറാണ്. വലിയ സൂചി 12-ലാണ്. അപ്പോൾ കറക്റ്റ് 8 മണിയാണ്. അപ്പോൾ തൻവി വീട്ടിൽ നിന്നും പുറപ്പെട്ട സമയം എന്ന് പറയുന്നത് 8 മണിയാണ്. 8 മണിയാണ്. ഓക്കെ, ക്ലിയർ ആയില്ലേ? ഇനി താഴേക്ക് നോക്കാം. മുത്തശ്ശിയുടെ വീട്ടിൽ എന്താണ്, തൻവി മുത്തശ്ശിയുടെ വീട്ടിലെത്തിയ സമയം നോക്കൂ, സമയം എഴുതൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എത്രയാണ് കൂട്ടുകാരെ സമയം എന്ന് പറയുന്നത്, ചെറിയ സൂചി 9-ൻ്റെയും 10-ൻ്റെയും നടുക്കാണ് അല്ലേ, ഇവിടെയാണ്. അപ്പോൾ എത്രയാണ്, ഇവിടെ 9 മണി തന്നെയാണ്. 10 ആണെങ്കിൽ ഇത് ഇങ്ങോട്ടെത്തും. അപ്പോൾ ഇവിടെ 9 മണിയാണ്. ഇനി എത്ര മിനിറ്റാണ്, ഇത് 6-ലാണുള്ളത്. 6 എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു 5, 10, 15, 20, 25, 30. അപ്പോൾ എത്രയാണ്, 30 മിനിറ്റും ആയി. സമയം എന്ന് പറയുന്നത് 9 മണി 30 മിനിറ്റാണ്. ഇതിനെ നമ്മൾ എന്ത് പറയും, 9:30 എന്ന് പറയും. ഓക്കെ, ഈ 30 മിനിറ്റിനെ നമ്മൾ എന്താണ് 60 മിനിറ്റിൻ്റെ പകുതിയാണല്ലേ, അപ്പോൾ അതുകൊണ്ട് അതിനെ അര എന്ന് പറയും. അഥവാ 4:30 എന്നാണെങ്കിൽ അതിനെ നമ്മൾ എന്ത് പറയും, 4:30 എന്ന് പറയും. 5:30 ആണെങ്കിൽ 5:30, 6:30 ആണെങ്കിൽ 6:30 എന്ന രീതിയിൽ പറയും. ഓക്കെ, ഇനി നോക്കൂ, ഹായ് മുത്തശ്ശി എന്ന് പറയാണല്ലേ. ക്ലോക്കും സമയവും നോക്കി പൂരിപ്പിക്കുക. ഇവിടെയുള്ള ക്ലോക്കും അതിലെ സമയവും നമുക്കൊന്ന് നോക്കാം. ഒന്നാമത്തേതിൽ ഇവിടെ നോക്കൂ, ഇവിടെ എന്താണ്, ഓരോ നിലയും സമയം നോക്കാം. ഇവിടെ എത്ര മണിയാണ് കൂട്ടുകാരെ, ചെറിയ സൂചി 7-ലേക്കാണല്ലേ, 7 വലിയ സൂചി 12-ലേക്കാണ്, അഥവാ കറക്റ്റ് സമയമാണ്. അപ്പോൾ ഇതെന്താണ്, 7 മണിയാണ്. ഇവിടെ 7 മണി എന്നുള്ളത് ഏതാണ്, സി ആണ്. അപ്പോൾ ഇവിടെ ആൻസർ എന്ന് പറയുന്നത് സി അവിടെ കൊടുത്തിട്ടുണ്ട്. രണ്ടാമത്തേത് നോക്കൂ, 10-ലാണുള്ളത് അല്ലേ, ചെറിയ സൂചി 10-ലാണ്, അതുപോലെ വലിയ സൂചി എന്ന് പറയുന്നത് 12-ലാണ്. അപ്പോൾ കറക്റ്റ് 10 മണിയാണ്. ഇവിടെ 10 മണിയുള്ളത് ഏതാണ്, ഡി ആണ്. അപ്പോൾ ഇവിടെ രണ്ടാമത്തെ ഉത്തരം എന്ന് പറയുന്നത് ഡി ആണ്. ഇനി മൂന്നാമത്തേത് നോക്കൂ, ഇവിടെ 3-ലാണ് ചെറിയ സൂചിയുള്ളത് അല്ലേ, വലിയ സൂചി എന്ന് പറയുന്നത് 12-ലാണ്, അഥവാ കറക്റ്റ് 3 മണിയാണ്. ഇവിടെ 3 മണിയുള്ളത് ഏതാണ്, എ ആണ്. അപ്പോൾ മൂന്നാമത്തെ ആൻസറിൻ്റെ അവിടെ എ എന്ന് കൊടുക്കുക. നാലാമത്തേത് നോക്കൂ, ഇവിടെ 5-ലാണ് ചെറിയ സൂചിയുള്ളത് അല്ലേ, 5-ലാണ് വലിയ സൂചിയുള്ളത് 12-ലാണ്, അഥവാ കറക്റ്റ് സമയമാണ്. അഥവാ 4, ഇവിടെ ഏതാണ് 5 മണി എന്നുള്ളത് ഇ ആണ്. അപ്പോൾ ഇ എന്നുള്ളത് 4-ൽ കൊടുക്കുക. ഇനി അഞ്ചാമത്തേത് നോക്കൂ, ഇവിടെ 11-ലാണ് ചെറിയ സൂചിയുള്ളത്, ഇനി വലിയ സൂചിയുള്ളത് 12-ലാണ്, അഥവാ കറക്റ്റ് സമയമാണ്. 11 മണി എന്നുള്ളത് ബി ആണ്. അപ്പോൾ ഇവിടെ ബി എന്ന് എഴുതി കൊടുക്കുക. ഇപ്പോൾ കൂട്ടുകാർക്ക് കറക്റ്റ് സമയം എങ്ങനെയാണ് നോക്കേണ്ടത് എന്ന് വളരെ ക്ലിയർ ആയില്ലേ? ഓക്കെ, 12-ലുള്ളപ്പോഴാണ് കറക്റ്റ് 60 മിനിറ്റ് കറക്റ്റ് ആവുക, അഥവാ ആ ചെറിയ സൂചി ഏത് സംഖ്യയിലാണോ ആ സംഖ്യയായിരിക്കും അപ്പോൾ സമയം എന്ന് പറയുന്നത്. ഇനി താഴേക്ക് നോക്കൂ, പട്ടിക പൂർത്തിയാക്കുക. മണിക്കൂർ സൂചി, മിനിറ്റ് സൂചി, സമയം ഇവ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഓരോന്നോരോന്നായിട്ടൊന്ന് എഴുതി നോക്കാം. ഒന്നാമത്തേത് ഇവിടെ കൊടുത്തിട്ടുണ്ട്, 11-ന് നേരെയാണ് മണിക്കൂർ സൂചി ഉള്ളത് എന്ന് കൊടുത്തിട്ടുണ്ട്. 11-ന് നേരെയാണ് മണിക്കൂർ സൂചി ഉള്ളത്. മിനിറ്റ് സൂചിയോ 12-ന് നേരെയാണ്. സമയം എന്ന് പറയുന്നത് 11 മണിയാണ്. അങ്ങനെയാണെങ്കിൽ അടുത്തത് നോക്കൂ, അടുത്തതിൽ എവിടെയാണ് കൂട്ടുകാരെ മണിക്കൂർ സൂചി ഉള്ളത്? മണിക്കൂർ സൂചി ചെറുതാണ്. എവിടെയാണ്? 4-ന് നേരെയാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ എഴുതുക 4-ന് നേരെ. ഇനി മിനിറ്റ് സൂചിയോ 12-ലാണ് അല്ലേ, അപ്പോൾ അവിടെ എന്ത് എഴുതണം? 12-ലാണ്. ഇനി സമയം എന്ന് പറയുന്നത് എത്രയാണ്? 4 മണി. സമയം 4 മണിയാണ്. ഇനി അടുത്തത് നോക്കൂ, ഇവിടെ മണിക്കൂർ സൂചി എന്ന് പറയുന്നത് 4-ൻ്റെയും 5-ൻ്റെയും ഇടയിലാണ് അല്ലേ, അപ്പോൾ എന്ത് എഴുതണം? 4-നും 5-നും ഇടയിൽ എന്ന് എഴുതി കൊടുക്കുക. മിനിറ്റ് സൂചി എവിടെയാണ്? മിനിറ്റ് സൂചി 6-ലാണ്. സമയം എത്രയാണ്? 4-ഉം പിന്നെ എത്രയാണ്? 4:30. ഓക്കെ, ഇത് 6 എന്ന് പറയുന്നത് 30 നമ്മൾ പറഞ്ഞു. അപ്പോൾ 4:30. ഇനി അടുത്തത് നോക്കൂ, അടുത്തതിൽ മണിക്കൂർ സൂചി എവിടെയാണ്? 3-നും 4-നും ഇടയിലാണ്. 3-നും 4-നും ഇടയിൽ. ഇവിടെ മിനിറ്റ് സൂചി എത്രയിലാണ്? 6-ലാണ് അല്ലേ, ഇപ്പോഴും അത് 6-ൽ തന്നെയാണ്.
സമയം എന്ന് പറയുന്നത് 3നും 4നും ഇടയിലാണ്. അപ്പോൾ നമ്മൾ 3 നോക്കുക. അപ്പോൾ മണിക്കൂർ 3, ഇത് 6-ലായതുകൊണ്ട് 30. അപ്പോൾ 3:30 ശരിയായ സമയം എന്ന് പറയുന്നത്. ഇനി നമുക്ക് താഴേക്ക് നോക്കാം. സമയം നോക്കി സൂചികൾ വരക്കൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ 6 മണിയാണ്. 6 മണി എന്ന് പറയുമ്പോൾ ചെറിയ സൂചി എവിടെയായിരിക്കും? 6-ലായിരിക്കും. വലിയ സൂചി എന്ന് പറയുന്നത് 12-ലായിരിക്കും. ഓക്കെ. ഇനി അടുത്തത് നോക്കൂ, 5:30. അപ്പോൾ 5 എന്ന് പറയുമ്പോൾ 4ൻ്റെയും 5ൻ്റെയും ഇടയിലായിരിക്കും ചെറിയ സൂചി ഉള്ളത്. വലിയ സൂചി 6-ലായിരിക്കും. ഓക്കെ. ഇനി അടുത്തത് 8 മണിയാണ്. 8 മണി എന്ന് പറയുമ്പോൾ കറക്റ്റ് 8-ലായിരിക്കും ചെറിയ സൂചി ഉണ്ടാകുന്നത്. 12-ലായിരിക്കും വലിയ സൂചി ഉണ്ടാകുന്നത്. ഇനി 1:30ആണ്. അപ്പോൾ 1ൻ്റെയും 2ൻ്റെയും ഇടയിലായിരിക്കണം ചെറിയ സൂചി വരേണ്ടത്. അതുപോലെ തന്നെ 6-ലായിരിക്കണം വലിയ സൂചി വരേണ്ടത്. ഓക്കെ. അപ്പോൾ ഇങ്ങനെയാണ് നിങ്ങളിത് വരച്ചു കൊടുക്കേണ്ടത്. മനസ്സിലായില്ലേ? ഇനി താഴേക്ക് നോക്കാം. പാർക്ക്. തൻവി ഇപ്പോൾ പാർക്കിലാണ്. സമയം എത്രയായി എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ക്ലോക്കിൽ നോക്കൂ. ഇവിടെ സമയം എത്രയാണ് കൂട്ടുകാരെ? ഇവിടെ ഇപ്പോൾ ഈ ചെറിയ സൂചി ഇത് എന്ന് പറയുന്നത് 4ൻ്റെയും 5ൻ്റെയും ഇടയിലാണ്. അഥവാ സമയം 4 തന്നെയാണ്. ഇനി വലുത് എത്രയാണ്? 6-ലാണ്. അഥവാ 30. അപ്പോൾ 4 മണിയാണല്ലേ? 4 മണി. അതുപോലെ 30 മിനിറ്റാണ്. ഇതിനെ നമുക്ക് എങ്ങനെ പറയാം? 4:30 എന്നും പറയാം. ഓക്കെ. 4:30 എന്നും പറയാം. മനസ്സിലായില്ലേ? ഇനി താഴേക്ക് നോക്കാം. ഇവിടെ തൻവി പാർക്കിൽ നിന്നും ഇറങ്ങുന്ന സമയമാണ് ക്ലോക്കിലുള്ളത്. എത്രയാണ് ക്ലോക്കിലെ സമയം? ആദ്യം നമുക്ക് ക്ലോക്കിലെ സമയം നോക്കാം. എത്രയാണ്? ചെറിയ സൂചി 6ൻ്റെയും 7ൻ്റെയും ഇടയിലാണ്. അഥവാ 6 മണി തന്നെയാണ്. ഇനി ഇവിടെയോ? ഇവിടെ ഇത് 3-ലാണുള്ളത് അല്ലേ? നമ്മൾ പറഞ്ഞു ഇത് എന്ന് പറയുന്നത് 5 മിനിറ്റാണ്. ഇങ്ങോട്ടുള്ള 1-2 വരെ വീണ്ടും 5 മിനിറ്റാണ്. 2-3 എന്ന് പറയുന്നത് വീണ്ടും 5 മിനിറ്റാണ്. അഥവാ ഇത് 3ഉം കൂടെ കൂട്ടി നോക്കുകയാണ് വേണ്ടത്. 5+5+5 എന്ന് പറയുന്നത് 15ആണ്. അപ്പോൾ 15 മിനിറ്റാണ്. ഓക്കെ. അത് നമ്മൾ ക്ലിയർ ആക്കണം. മിനിറ്റാണ്. അഥവാ മണിക്കൂർ സൂചി 6 കഴിഞ്ഞു. പിന്നെന്താണ്? മിനിറ്റ് സൂചി 3-ലുമാണ് അല്ലേ? ഇവിടെ 6-ലാണ്. 6 കഴിഞ്ഞിട്ടാണ് മിനിറ്റ് സൂചി 3-ലാണ്. സമയം 6 മണി 15 മിനിറ്റാണ്. ഓക്കെ. 6 മണി 15 മിനിറ്റ് നമ്മൾ പറഞ്ഞു. ഇതിനെ നമ്മൾ എന്ത് പറയും? 15 മിനിറ്റിനെ നമ്മൾ കാല് എന്ന് പറയും. കാല്. 30-നെ നമ്മൾ എന്ത് പറഞ്ഞു? അര എന്ന് പറഞ്ഞു അല്ലേ? ഇനി അടുത്തത് 15-നെ കാല് എന്ന് പറയും. അപ്പോൾ 6ഉം 4ഉം 6:15. ഓക്കെ. അപ്പോൾ നമ്മൾ എന്ത് പറയും? 6:15. ഇനി അത് 4ഉം 15ഉം ആണെങ്കിൽ എന്ത് പറയും? 4:15. 5 15 ആണെങ്കിൽ 5:15. ഓക്കെ. അപ്പോൾ നമ്മൾ 15 എന്ന് കിട്ടിക്കഴിഞ്ഞാൽ കാല് എന്ന് പറയണം. 30 എന്ന് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അര എന്ന് പറയണം. ഇനി താഴേക്ക് നോക്കൂ. തൻവി പാർക്കിൽ നിന്നും മുത്തശ്ശിയുടെ വീട്ടിൽ തിരിച്ചെത്തിയ സമയം നോക്കൂ. എപ്പോഴാണ് തിരിച്ചെത്തിയിട്ടുള്ളത് കൂട്ടുകാരെ? ഇവിടെ സമയം എന്ന് പറയുന്നത് എത്രയാണ്? ചെറിയ സൂചി 6ൻ്റെയും 7ൻ്റെയും ഇടയിലാണ്. ഓക്കെ. 6ൻ്റെയും 7ൻ്റെയും ഇടയിലാണ്. അഥവാ സമയം 6 തന്നെയാണെന്ന് പറയാം. 7 എന്ന് പറയുമ്പോൾ 7 കറക്റ്റ് ആയിരിക്കണം, അല്ലെങ്കിൽ ഇപ്പുറത്തേക്ക് കടന്നിരിക്കണം. അപ്പോൾ ഇവിടെ സമയം 6 തന്നെയാണ്. പിന്നെയോ ഇവിടെ വലിയ സൂചി എന്ന് പറയുന്നത് 9-ലാണ് അല്ലേ? അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞു ഇത് 30 പറഞ്ഞു. പിന്നെ 6-7 വീണ്ടും നമ്മൾ 30ൻ്റെ കൂടെ 5 കൂട്ടണം. 7-8 വീണ്ടും 5 കൂട്ടണം. പിന്നെന്താണ്? 8-9 വീണ്ടും 5 കൂട്ടണം. അഥവാ 30+5+5 ആയിരിക്കണം. ഒന്നുകൂടെ പറയാം. ഓക്കെ. ഇവിടെ നമ്മൾ പറഞ്ഞു ഇത് എവിടെയാണ്? 6-ലാണുള്ളത്. ഇനി ഇങ്ങോട്ട് എത്തണം അല്ലേ? ഈ 9-ലേക്കാണ് മിനിറ്റ് സൂചി പോകുന്നത്. അപ്പോൾ നമ്മൾ 9 വരെയുള്ളത് നോക്കണം. അപ്പോൾ നമ്മൾ നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ 6 എന്ന് പറയുന്നത് എത്രയാണ്? 30 പറഞ്ഞു അല്ലേ? പിന്നെ 6-7 വരെ വീണ്ടും എന്തുണ്ട്? വീണ്ടും ഒരു 30 കൂടുന്നുണ്ട്. വീണ്ടും 5 കൂടുന്നുണ്ട്. 5 ഓരോ സംഖ്യകൾക്കിടയിലെ വ്യത്യാസം. പിന്നെ 7-8 വരെ വീണ്ടും 5 കൂടുന്നുണ്ട്. പിന്നെ 8-9 വരെ വീണ്ടും 5 കൂടുന്നു. അഥവാ 30+5+5+5 എത്രയാണ്? 45 എന്ന് ഉത്തരം കിട്ടും. അപ്പോൾ ഇപ്പോൾ സമയം എന്ന് പറയുന്നത് എത്രയാണ്? 6ഉം അതിൻ്റെ കൂടെ 45 മിനിറ്റുമാണ്. ഓക്കെ. 6ഉം 45 മിനിറ്റും. അഥവാ മണിക്കൂർ സൂചി 6-ൽ നിന്നും 7-ന് അടുത്തേക്ക് എത്തിയിരിക്കുന്നു. മിനിറ്റ് സൂചി 9-ലും. സമയം എത്രയാണ്? 6 മണി 45 മിനിറ്റ്. അപ്പോൾ ഇവിടെ ഈ സമയത്തെ 6:45 എന്ന് പറയും. അപ്പോൾ നമ്മൾ ഇപ്പോൾ വീണ്ടും ഒന്നുകൂടി പഠിച്ചു. എന്താണ്? 15 എന്നതിന് നമ്മൾ കാല് പറയുമെന്ന് പഠിച്ചു. 30 എന്നതിന് അര പറയും. അതുപോലെ
45-ന് നമ്മൾ മുക്കാല് എന്ന് പറയും. അപ്പോൾ ഇത് 6:45. ഇനി 5:45 ആണെങ്കിൽ 5:45, 10:45 ആണെങ്കിൽ 10:45, 9:45 ആണെങ്കിൽ 9:45, അങ്ങനെ നമ്മൾ പറയും. ക്ലിയർ ആയില്ലേ? ഇനി താഴെ നോക്കൂ. താഴെ നമ്മളുടെ അടുത്ത് പറഞ്ഞിട്ടുള്ളത് എന്താണ്? സമയം നോക്കി സൂചികൾ വരച്ച് പട്ടിക പൂർത്തിയാക്കാൻ പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് അതൊന്ന് വരച്ച് നോക്കാം. ഇവിടെ ആദ്യം 10:30 അപ്പോൾ നമുക്കറിയാം എന്താണ്? ചെറിയ സൂചി 10-നും 11-നും ഇടയിലായിരിക്കണം ചെറിയ സൂചി. ഇനി 30 എന്ന് പറയുന്നത് 6 അവിടെ ആയിരിക്കണം മിനിറ്റ് സൂചി അഥവാ വലിയ സൂചി. ഇനി അടുത്തത് 10:45 അപ്പോൾ എന്താണ്? ചെറിയ സൂചി 10-നും 11-നും ഇടയിൽ തന്നെ ആയിരിക്കും. പക്ഷെ ഒന്നും കൂടെ 11-ന് തൊട്ടടുത്ത്, പക്ഷെ 11 ആവില്ല. ഇനി 45 എന്ന് പറയുമ്പോൾ എത്രയാണ്? 9-ലാണ്. 45 എന്ന് പറയുന്നത് 9-ലാണ് മിനിറ്റ് സൂചി വരേണ്ടത്. ഇനി അടുത്തത് 11:15 11:15 അല്ലേ? അപ്പോൾ 11 എവിടെയായിരിക്കണം? ചെറിയ സൂചി 11-നും 12-നും ഇടയിലായിരിക്കണം. ഇനി 15 എന്ന് പറയുന്നത് 3 അപ്പോൾ അതെന്താണ്? വലിയ സൂചി 3-ലേക്കും വരക്കുക. അപ്പോൾ ഇങ്ങനെയാണ് ഇത് കറക്റ്റായിട്ട് നിങ്ങൾ വരയ്ക്കേണ്ടത്. അപ്പോൾ നിങ്ങളെന്താണ്? 4, 3/4, അര എന്നിവ മനസ്സിലാക്കുക. അതുപോലെ തന്നെ 4 എന്ന് പറയുന്നത് 15, 3 എന്നുള്ളതിലായിരിക്കും. അതുപോലെ അര എന്ന് പറയുന്നത് 30, 6-ലായിരിക്കും. 3/4 എന്ന് പറയുന്നത് 45, 9-ലായിരിക്കും. ഇത് മൊത്തം നിങ്ങൾ മനസ്സിലാക്കുക. ഓരോ സംഖ്യയും തമ്മിൽ, അത് 1, 2, 3, 4 അങ്ങനെ ഓരോന്നും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് 5 മിനിറ്റാണ്. ടോട്ടൽ എന്ന് പറയുന്നത് 60 മിനിറ്റാണ്. ഓക്കെ, ക്ലിയർ ആയില്ലേ? ഇനി നമുക്ക് നോക്കാം. ഇവിടെ 11:15 അല്ലേ? 11:15 വരയ്ക്കാൻ പറയുന്നുണ്ട്. അപ്പോൾ 11:45 അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ചെറിയ സൂചി 11-നും 12-നും ഇടയിൽ വരയ്ക്കുക. അതുപോലെ 45 എന്ന് പറയുമ്പോൾ 9-ലായിരിക്കും അത് വരയ്ക്കുക. ഇതെന്താണ്? ഇത് 11:45. ഓക്കെ, സമയം എന്ന് പറയുന്നത് 11:45 എന്ന് എഴുതി കൊടുക്കുക. ഇനി 12:05 അപ്പോൾ ഇവിടെ എന്താണ്? ചെറുത് എന്ന് പറയുന്നത് 12-ലായിരിക്കും. 12-ഉം 1-ൻ്റെയും ഇടയിലായിരിക്കും. 15 എന്ന് പറയുമ്പോൾ 3-ലാണ്. അപ്പോൾ ഇവിടെ എന്താണ്? 12:05 അല്ലെ? 12:15 എന്ന് പറയാം അല്ലേ? 12:15. ഇനി അടുത്തത് നോക്കൂ. അടുത്തത് 12:30 അഥവാ 12-ൻ്റെയും 1-ൻ്റെയും ഇടയിലായിരിക്കണം ചെറിയ സൂചി. 30 എന്ന് പറയുമ്പോൾ 6-ലേക്ക് വലിയ സൂചി കൊടുക്കുക. സമയം എന്ന് പറയുന്നത് 12:30. ഓക്കെ, 12:30 എന്ന് എഴുതി കൊടുക്കുക. ഇനി താഴേക്ക് നോക്കാം. എൻ്റെ വിദ്യാലയം. അടുത്ത ദിവസം താൻവി സ്കൂളിൽ എത്തി. ഇപ്പോൾ സമയം. ഈ സമയം ക്ലോക്കിൽ വരക്കൂ. അപ്പോൾ ഇവിടെ സമയം കാണിച്ചിട്ടുള്ളത് ഇതേപോലെയാണ്. ഇതിനെയാണ് നമ്മൾ ഡിജിറ്റൽ എന്ന് പറയുന്നത്. ഓക്കെ, ഡിജിറ്റലായിട്ട് എഴുതുകയാണ്. നമ്പർ ക്ലോക്കാണ് അവിടെ ഉള്ളത്. ഇവിടെ സമയം എത്രയാണ്? 9:30 അല്ലേ? അപ്പോൾ നമ്മളവിടെ 9:30 എന്ന് എഴുതി കൊടുക്കുക. 9:30 സമയം. ഈ സമയം ക്ലോക്കിൽ എങ്ങനെ വരക്കുക? നമ്മൾ 9-ൻ്റെയും 10-ൻ്റെയും ഇടയിലായിരിക്കും എന്ത് സൂചി? ചെറിയ സൂചി അഥവാ മണിക്കൂർ സൂചി എന്ന് പറയുന്നത്. വലിയ സൂചി 30 അപ്പോൾ അരയാണ്. വലിയ സൂചി എന്ന് പറയുന്നത് 6-ലേക്കായിരിക്കും. ഇതേപോലെയാണ് നിങ്ങൾ വരയ്ക്കേണ്ടത്. തൻവി സ്കൂളിലെത്തി അരമണിക്കൂർ കഴിഞ്ഞാണ് ക്ലാസ് തുടങ്ങിയത്. ക്ലാസ് തുടങ്ങിയ സമയം അപ്പോൾ എത്രയാണ്? 9:30 കൂടെ നമ്മൾ അരമണിക്കൂർ എന്ന് പറയുന്നത് വീണ്ടും 30 മിനിറ്റ് ആണ് അല്ലേ? 30 കൂട്ടണം. അപ്പോൾ ഈ 30 കൂടെ കൂട്ടുമ്പോൾ എത്രയായി? ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ 60 ആയി. 60 എന്ന് പറയുമ്പോൾ 1 മണിക്കൂർ എന്നാണ് അർത്ഥം. അഥവാ ഈ 9-ൻ്റെ കൂടെ നമ്മൾ ഒന്നും കൂടെ കൂട്ടുക. അപ്പോൾ ആൻസർ 10. അപ്പോൾ സമയം 10 മണി ആയിരിക്കും. ഇനി സമയം ഡിജിറ്റലായി കാണുന്നത് പോലെ എഴുതുക. എത്രയായിരിക്കും? അപ്പോൾ 10ഉം പിന്നെ 2 ഇതിട്ടിട്ട് 0 എന്നായിരിക്കും. ഇനി നമുക്ക് അടുത്തത് നോക്കാം. ക്ലിയർ അല്ലേ? അടുത്തത് നോക്കാം. ക്ലാസ് തുടങ്ങി 15 മിനിറ്റ് കഴിഞ്ഞുള്ള സമയം ക്ലോക്കിൽ വരക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ക്ലാസ് എത്ര മണിക്കാണ്? 10 മണിക്കാണ് തുടങ്ങിയത്. അവിടുന്ന് 15 മിനിറ്റാണ്. അപ്പോൾ 10:15 ആയിരിക്കും അഥവാ 10:15 അപ്പോൾ എത്രയാണ്? ഇത് മണിക്കൂർ എന്ന് പറയുന്നത് 10-ൻ്റെയും 11-ൻ്റെയും ഇടയിലായിരിക്കും ചെറിയ സൂചി. കാല് എന്ന് പറയുന്നത് 3-ലാണ് അല്ലേ? അപ്പോൾ 3-ലായിരിക്കും വലിയ സൂചി. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നിങ്ങളിത് വരയ്ക്കേണ്ടത്. ഇനി നമ്മുടെ കണക്ക് സാറ് സ്മാർട്ടാ ക്ലാസ്സിലെ സാറിൻ്റെ വാച്ചും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ സമയം എഴുതാൻ പറയുന്നുണ്ട്. ഇല്ല, സോറി, അത് നമ്മൾ നേരത്തെ എഴുതിയതാണല്ലേ. അപ്പോൾ കണക്ക് സാറിൻ്റെ വാച്ച് എന്താണ്? സ്മാർട്ട് വാച്ച് ആണല്ലേ? അപ്പോൾ ആ വാച്ചിനെ കുറിച്ച് നമ്മൾ സ്മാർട്ട് വാച്ചിൽ എങ്ങനെയായിരിക്കും?
സമയങ്ങളൊക്കെ നമുക്ക് ഡിജിറ്റലായിട്ടും മറ്റും നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഇനി ആദിത്യ, തൻവി വായിച്ച വാർത്ത നോക്കൂ. സൂര്യനെക്കുറിച്ച് പഠിക്കാൻ ISRO വിക്ഷേപിച്ച ബഹിരാകാശ പേടകമാണ് ആദിത്യ L1. വിക്ഷേപണം 2023 സെപ്റ്റംബർ 2-ന്. ഈ ദിവസം കലണ്ടറിൽ അടയാളപ്പെടുത്തു എന്ന് പറയുന്നുണ്ട്. എവിടെയാണ് കൂട്ടുകാരെ സെപ്റ്റംബർ 2 എന്ന് പറയുന്നത്? സെപ്റ്റംബർ 2 ആണല്ലേ. അപ്പോൾ സെപ്റ്റംബർ 2 ഇതാണ്, ശനിയാഴ്ചയാണ്. ഇനി സെപ്റ്റംബർ 5 മുതൽ 23 വരെ എത്ര ദിവസം ഉണ്ടാവും? 5 മുതലാണല്ലേ, 5 മുതൽ 23 വരെ. അപ്പോൾ 5 ഇതാണ്, 5 കഴിഞ്ഞിട്ട് 6, 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18. എത്ര ദിവസമാണ് കൂട്ടുകാരെ? 18 ദിവസം അല്ലേ. അപ്പോൾ 18 ദിവസം എന്ന് എഴുതി കൊടുക്കുക. 18 ദിവസം. ഇനി ഇന്നലെ, ഇന്ന്, നാളെ. ഇന്നത്തെ തീയതി എന്താണെന്ന് എഴുതുക. നിങ്ങൾ ഏത് തീയതിയാണോ നോക്കുന്നത് അന്നത്തെ തീയതി എഴുതുക. ക്ലാസ്സിലെ കലണ്ടറിൽ ഈ തീയതി അടയാളപ്പെടുത്തുക. ഏത് മാസമാണ്, ഏത് ആഴ്ചയാണ് എന്നൊക്കെ നിങ്ങളൊന്ന് നോക്കിയിട്ട് എഴുതാനാണ് പറയുന്നത്. ഇനി നമുക്ക് താഴെ നോക്കാം. ഇന്നലത്തെ ദിവസം, നാളത്തെ ദിവസം, ഈ മാസം ഏത് ദിവസമാണ്, ഈ മാസത്തെ അവസാന ദിവസമൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ആ കലണ്ടർ നോക്കുക. നിങ്ങൾ ഏത് മാസമാണ് നോക്കുന്നത് ആ കലണ്ടർ നോക്കിയിട്ട് എഴുതുക. ഇനി ജന്മദിനം. നിങ്ങളുടെ ജന്മദിനം ഈ വർഷത്തെ കലണ്ടറിൽ അടയാളപ്പെടുത്തൂ. നിങ്ങളുടെയും കൂട്ടുകാരുടെയും ജന്മദിനങ്ങൾ കലണ്ടറിൽ നോക്കി ചാർട്ടിൽ എഴുതൂ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ കൂട്ടുകാർ നോക്കുക. ഇനി വർഷം ആരംഭിക്കുന്ന മാസം ഏതാണ് എന്ന് നോക്കുന്നുണ്ട്. ഏത് വർഷമാണ്? ഇനി അടുത്തതെന്ന് പറയുന്നത് നമുക്ക് 2025 ആണല്ലേ. അപ്പോൾ 2025 തുടങ്ങുന്നത് ഏത് ദിവസമാണെന്ന് നിങ്ങളൊന്ന് ജസ്റ്റ് ചെക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഏത് മാസമാണ് 2025 തുടങ്ങുന്നത് എന്ന്. ഈ വർഷം ജനുവരി 1 ഏത് ദിവസമാണ് എന്ന് ചോദിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതൊക്കെ കൂട്ടുകാരൊന്ന് കണ്ടുപിടിക്കുന്നതായിരിക്കും നല്ലത്. ഞാൻ ജസ്റ്റ് വേണമെങ്കിൽ ഒന്ന് പറഞ്ഞു തരാം. ജനുവരി 1 എന്ന് പറയുന്നത് ബുധനാഴ്ചയാണ്. ഓക്കെ, ബുധനാഴ്ചയായിരിക്കും, ബുധനാഴ്ച. അപ്പോൾ കൂട്ടുകാർ അത് കണ്ടെത്തുക. ജനുവരി 31 എന്ന് പറയുന്നത് ഏത് ദിവസമാണ്? വെള്ളിയാഴ്ചയാണ്. ഓക്കെ, വെള്ളിയാഴ്ച. അപ്പോൾ അതൊക്കെ കൂട്ടുകാർ കണ്ടെത്തി എഴുതുക. ഇനി ഞായർ, തിങ്കൾ കഴിഞ്ഞ പിന്നെന്താണ്? ഞായർ, തിങ്കൾ, ചൊവ്വ കഴിഞ്ഞ് കഴിഞ്ഞാൽ ബുധൻ കഴിഞ്ഞാൽ വ്യാഴം, അത് കഴിഞ്ഞാൽ വെള്ളി, അത് കഴിഞ്ഞാൽ ശനി. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ദിവസങ്ങൾ വരുന്നത്. ഈ വർഷം ഓഗസ്റ്റ് 15 ഏത് ദിവസമാണ്? അപ്പോൾ ഈ വർഷം ഓഗസ്റ്റ് 15 ഏത് ദിവസമാണെന്ന് കൂട്ടുകാരൊന്ന് നോക്കുക. കലണ്ടർ നോക്കിയിട്ട് എഴുതുക. ഏതാണ്? വ്യാഴാഴ്ചയായിരുന്നു. ഓക്കെ, വ്യാഴാഴ്ചയാണ്. കൂട്ടുകാരെ കൺഫേം ചെയ്യണം കേട്ടോ. ഇനി ദേശീയ ഗണിതശാസ്ത്ര ദിനം ഡിസംബർ 22 ഈ ദിവസം കലണ്ടറിൽ അടയാളപ്പെടുത്താൻ പറയുന്നുണ്ട്. മാസങ്ങളുടെ പേര് ക്രമത്തിൽ എഴുതാൻ പറയുന്നുണ്ട്. ഏതാണ് ആദ്യത്തെ മാസം എന്ന് പറയുന്നത്? ജനുവരി ആണല്ലേ. ആദ്യം ജനുവരി, അത് കഴിഞ്ഞാൽ എന്താണ്? ഫെബ്രുവരി, അത് കഴിഞ്ഞാൽ മാർച്ച് കഴിഞ്ഞാൽ ഏപ്രിൽ കഴിഞ്ഞാൽ മെയ് കഴിഞ്ഞാൽ ജൂണ്, പിന്നെ ജൂലൈ, അത് കഴിഞ്ഞാൽ ആഗസ്റ്റ്, സെപ്റ്റംബർ കഴിഞ്ഞാൽ ഒക്ടോബർ കഴിഞ്ഞാൽ നവംബർ, ഡിസംബർ. നമുക്കാകെ 12 മാസങ്ങളാണുള്ളത്. ഇനി താഴെ നോക്കൂ, വിലയിരുത്തൽ പ്രവർത്തനമാണ്. അപ്പോൾ നമ്മുടെ ക്ലാസ് കഴിഞ്ഞു. ഇനി വിലയിരുത്തൽ എന്തൊക്കെയാണെന്ന് നോക്കാം. തന്നിരിക്കുന്ന സമയം നോക്കൂ. മണിക്കൂർ സൂചിയും മിനിറ്റ് സൂചിയും ക്ലോക്കിൽ വരക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വരച്ച് നോക്കാം. ഇവിടെ 1 മണിയാണ്. 1 മണി എന്ന് പറയുമ്പോൾ ചെറിയ സൂചി 1ലേക്കായിരിക്കും, വലിയ സൂചി എന്ന് പറയുന്നത് 12ലേക്കുമായിരിക്കും. ഓക്കെ, കറക്റ്റ് 12ലേക്ക് വരച്ചു കൊടുക്കാം. ഇനി അടുത്തത് 9:45 ആണ്. അപ്പോൾ എന്താണ്? 9ൻ്റെയും 10ൻ്റെയും ഇടയിലായിരിക്കും ചെറിയ സൂചി എന്ന് പറയുന്നത്. ഇനി 45 എന്ന് പറയുന്നതും ഇങ്ങോട്ട് തന്നെയായിരിക്കും അല്ലേ, 9ലേക്ക് തന്നെയായിരിക്കും. ഇനി അടുത്തത് 2:30 ആണ്. 2:30 മണിയാണ്. അപ്പോൾ 2ൻ്റെയും 3ൻ്റെയും ഇടയിലായിരിക്കും ചെറുത് എന്ന് പറയുന്നത്. 30 എന്ന് പറയുന്നത് 6ലേക്കായിരിക്കും. ഓക്കെ, ഇനി അടുത്തത് 9:15 ആണ്. അതോ 9:15 അപ്പോൾ 9നും 10നും ഇടയിലായിരിക്കും മണിക്കൂർ സൂചിയായ ചെറിയ സൂചി. 15 എന്ന് പറയുമ്പോൾ 3ലേക്ക് വലിയ സൂചിയും ആയിരിക്കും. അപ്പോൾ ഇങ്ങനെയാണ് വരേണ്ടത്.
ഇനി ഓരോ മാസത്തിലെയും ദിവസങ്ങളുടെ എണ്ണം പരിശോധിച്ച് താഴെ തന്നിട്ടുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. 30 ദിവസം മാത്രമുള്ള മാസങ്ങൾ ഏതൊക്കെയാണെന്ന് കണ്ടുപിടിക്കുക. അതുപോലെ 31 ദിവസങ്ങളുള്ള മാസങ്ങൾ ഏതൊക്കെയാണ്. അപ്പോൾ ഏതൊക്കെയാണ് 30 ദിവസം മാത്രമുള്ളത് കൂട്ടുകാരെ? വളരെ ഈസി ആയിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി സാധിക്കും. കാരണം ജനുവരി എന്ന് പറയുന്നത് എന്താണ്? 31 മാസമാണ്. അപ്പോൾ അത് ജനുവരി എന്ന് പറയുന്നത് 31 മാസങ്ങളിൽ എഴുതി കൊടുക്കുക. ഫെബ്രുവരി എന്ന് പറയുന്നത് 28 ആയിരിക്കും. അപ്പോൾ ഫെബ്രുവരി നോക്കണ്ട. അത് കഴിഞ്ഞാൽ മാർച്ചാണ്. മാർച്ചും 31 തന്നെയാണ് മാർച്ച് എന്ന് പറയുന്നത്. അത് കഴിഞ്ഞാൽ ഏപ്രിലാണ്. ഏപ്രിൽ എന്ന് പറയുന്നത് 30 ദിവസമാണ്. അപ്പോൾ അത് ഇതിൽ എഴുതി കൊടുക്കുക. ഏപ്രിൽ കഴിഞ്ഞാൽ ഏതാണ്? മെയ് ആണ്. മെയ് എന്ന് പറയുന്നത് 31 ഉണ്ടായിരിക്കും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ജൂണാണ്. ജൂൺ എന്ന് പറയുന്നത് 30 ആയിരിക്കും. ഓക്കെ. ഇനി ജൂൺ കഴിഞ്ഞ് കഴിഞ്ഞാലോ ജൂലൈ എന്ന് പറയുന്നത് 31 ആണ്. ജൂലൈ കഴിഞ്ഞ ഏതാ മാസം? ഓഗസ്റ്റ് ആണ്. ഓഗസ്റ്റ് എന്ന് പറയുന്നതും എന്താണ്? 31 തന്നെയാണ് ഓഗസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഓഗസ്റ്റ് 31 ആയിരിക്കും. അത് കഴിഞ്ഞ് സെപ്റ്റംബർ എന്ന് പറയുന്നത് 30 ആണ്. അപ്പോൾ സെപ്റ്റംബർ 30 എന്നുള്ളിടത്ത് എഴുതി കൊടുക്കുക. ഇനി അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒക്ടോബർ ആണ്. ഒക്ടോബർ എന്ന് പറയുന്നത് 31 ആണ്. ഒക്ടോബർ കഴിഞ്ഞ് നവംബർ എന്ന് പറയുന്നത് 30 ആണ്. നവംബർ 30. അത് കഴിഞ്ഞാൽ അവസാനത്തെ മാസം ഡിസംബർ എന്ന് പറയുന്നത് 31. അപ്പോൾ ഏതൊക്കെയാണ് 30 ഉള്ളത് 31 ഉള്ളത് എന്ന് മനസ്സിലായി അല്ലേ? അപ്പോൾ ഇങ്ങനെയാണ് നിങ്ങളിത് എഴുതേണ്ടത്. ഇനി കലണ്ടർ നോക്കാം. ഉത്തരം എഴുതാം. തന്നിരിക്കുന്ന കലണ്ടർ ഏത് വർഷത്തെയാണ്? ഇതെങ്ങനെയാണ് വർഷം കണ്ടുപിടിക്കുക? ഇതാണ് വർഷം എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ കൊടുത്തിട്ടുണ്ടായിരിക്കും. ഇതാണ് വർഷം. ഏതാണ് വർഷം? 2025 ആണ്. അപ്പോൾ വർഷം എന്നുള്ളിടത്ത് 2025. മാസം ഏതാണ്? വർഷത്തിൻ്റെ തൊട്ടടുത്തുള്ളതാണ് മാസം. മാസം ഏതാണ്? ജനുവരി ആണ്. ജനുവരി. ഇനി ഈ മാസം എത്ര ദിവസമുണ്ട്? എത്ര ദിവസമാണ്? 31 ദിവസമാണ്. ഇനി തൊട്ട് മുമ്പുള്ള മാസം ഏതാണ്? ജനുവരിയുടെ മുമ്പുള്ളത് മുന്നത്തെ വർഷത്തെ മാസം ലാസ്റ്റ് ഡിസംബർ ആണ്. അപ്പോൾ ഇവിടെ ഡിസംബർ എന്ന് കൊടുക്കുക. ഡിസംബർ. ഇനി ആ മാസത്തെ അവസാന ദിവസം ഏതാണ്? അവസാനത്തെ ദിവസം? 31 തന്നെയാണ് അല്ലേ? ദിവസം. അപ്പോൾ 31 ആണ്. ഏതാണ് ദിവസം വരെ? ഇവിടെ ജനുവരി 1 എന്ന് പറയുന്നത് ബുധനാഴ്ചയാണ്. അപ്പോൾ അവിടുത്തെ അവസാനം എന്ന് പറയുന്നത് ചൊവ്വാഴ്ചയാണ്. ചൊവ്വാഴ്ച. ഇനി ഈ മാസത്തെ ആദ്യ ദിവസം ഏതാണ്? ജനുവരി 1 എന്ന് പറയുന്നത് ബുധനാണ്. ബുധൻ. ഇനി ഈ മാസത്തെ ഏതെല്ലാം തീയതിയിലാണ് ഞായറാഴ്ച വരുന്നത്? ഏതൊക്കെ തീയതിയിലാണ് കൂട്ടുകാരെ ഞായറാഴ്ച വരുന്നത് എന്ന് നോക്കൂ. ഞായറാഴ്ച വരുന്നത് ഏതൊക്കെ ദിവസമാണ് ഞായറാഴ്ച വരുന്നത്? 1 5 വരുന്നുണ്ട് അല്ലേ? 5 12 19 26 ഈ ദിവസങ്ങളിലാണ് വരുന്നത്. ഇനി 1 18 15 22 29 എന്നീ ദിവസങ്ങൾ വരുന്ന ദിവസം ഏതാണ്? 1 8 15 22 29 ഏതാണ്? ബുധനാഴ്ചയാണ് വരുന്നത്. അപ്പോൾ അവിടെ ബുധൻ എന്ന് എഴുതുക. ബുധൻ. ഇനി അടുത്ത മാസം ഏതാണ്? അടുത്ത മാസം എന്ന് പറയുന്നത് ഫെബ്രുവരി ആണ്. ഫെബ്രുവരി. ഇനി അടുത്ത മാസത്തെ ആദ്യ ദിവസം ഏതാണ്? ഇവിടെ അവസാനിച്ചിട്ടുള്ളത് വ്യാഴാഴ്ചയാണ്. അപ്പോൾ തുടങ്ങുന്നത് വെള്ളിയാഴ്ചയായിരിക്കും. വെള്ളി. ഇനി മറ്റന്നാൾ ശനിയാഴ്ച ആണെങ്കിൽ ഇന്നലെ ഏത് ദിവസമായിരുന്നു? മറ്റന്നാൾ. മറ്റന്നാൾ എന്ന് പറഞ്ഞാൽ ഇന്നല്ല, നാളെയല്ല, മറ്റന്നാൾ. ഇതാണ്. ഓക്കെ. അപ്പോൾ ഇത് ഏതാണ്? ഇത് എന്ന് പറയുന്നത് ശനിയാഴ്ചയാണ്. അപ്പോൾ ഈ ദിവസം ഏതായിരിക്കും? നാളെ എന്ന ദിവസം ഏതായിരിക്കും? നാളെ എന്ന ദിവസം വെള്ളിയായിരിക്കും. ഇന്ന് എന്നുള്ള ദിവസം ഏതാണ്? വ്യാഴമായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇന്നലെ ഇതിൻ്റെ മുന്നത്തെ ദിവസം എന്ന് പറയുന്നത് ബുധനായിരിക്കും. ഓക്കെ, മനസ്സിലായില്ലേ? ഇതിനെ നമ്മൾ ഇത് ഇന്നത്തെ ദിവസം. ഓക്കെ, ഇതെന്ന് പറയുന്നത് ഇത് ഇന്നത്തെ ദിവസം. ഇന്ന്, ടുഡേ. ഇതേതാണ്? ഇത് ഇന്ന്. നാളെ. ഇത് നാളെ. ഇത് മറ്റന്നാൾ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഇപ്പുറത്താണ് ഇന്നലെ എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നലെ എന്ന് പറയുന്നത് ബുധനാഴ്ചയായിരിക്കും. അപ്പോൾ അവിടെ ആൻസർ എന്ന് പറയുന്നത് ബുധൻ. ഇനി റിപ്പബ്ലിക് ദിനം കലണ്ടറിൽ അടയാളപ്പെടുത്തുക. അതിലേതാണ് റിപ്പബ്ലിക്? ജനുവരി 26 ആണ്, അഥവാ ഈ ദിവസമാണ്. അപ്പോൾ അത് അവിടെ അടയാളപ്പെടുത്തി കൊടുക്കുക. മനസ്സിലായില്ലേ? എല്ലാം ക്ലിയർ ആയില്ലേ? ഇനി ഈ പാഠഭാഗം കഴിഞ്ഞു. ഇനി അടുത്ത പാഠഭാഗമായ വീണ്ടും വീണ്ടും കൂട്ടുമ്പോൾ എന്നതാണ്. അത് നമുക്ക് ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ എല്ലാ കൂട്ടുകാരും എല്ലാ ഭാഗങ്ങളും നന്നായിട്ട് തന്നെ പഠിച്ച് മനസ്സിലാക്കി വെക്കുക. കുറച്ച് കൺഫ്യൂഷൻസ് ഒക്കെ ഉണ്ടാവും നിങ്ങൾ ആദ്യമായിട്ട് പഠിക്കുന്നത് കൊണ്ടാണ്. പക്ഷെ നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഇത് എപ്പോഴും ഉപയോഗിക്കേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ നന്നായിട്ട് ശ്രദ്ധിച്ചിരിക്കുക. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.